നീ ഇന്ന് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷനും നീചനും ആർക്കും കൊള്ളരുതാത്തവനുമായി ആണോ ജീവിക്കുന്നത്? നീ ഇന്ന് മരണഭയത്താലും രോഗത്താലും ഭാരപ്പെടുന്നുണ്ടോ? ബൈബിൾ ഇങ്ങനെ പറയുന്നു, പാപത്താൽ രോഗവും രോഗത്താൽ മരണവും. അങ്ങനെയാണെങ്കിൽ നീ ചെയ്ത പാപത്തിൻ്റെ പരിണതഫലമായിട്ടാണ് ഇന്ന് നീ അനുഭവിക്കുന്ന രോഗം എന്ന് സമ്മതിപ്പാൻ മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാജാവായ കർത്താവായ ദൈവം യേശുക്രിസ്തു നിനക്കും എനിക്കും വേണ്ടി ആ കാൽവരി ക്രൂശിന്മേൽ അവസാനത്തുള്ള രക്തം വരെയും ആ ചങ്കിലെ ചോര വരെയും ഊറ്റിത്തന്നു എന്ന് താങ്കൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് സമ്മതിപ്പാൻ, കർത്താവെ, എൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായിട്ടാണ് ഇന്ന് രോഗം അനുഭവിക്കുന്നതെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ ദൈവം ഈ സമയം ഇപ്പോൾ തന്നെ വിടുവിപ്പാൻ, നിരക്ഷിപ്പാൻ, ആ മരണഭയം നീക്കി നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കുവാൻ ശക്തനായ അധികാരമുള്ള ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ? മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേലിൽ നൽകപ്പെട്ട യേശു എന്ന നാമമില്ലാതെ ഒരു നാമമില്ല. നീ കടലിൻ്റെ ആഴങ്ങളിൽ പോയി പാർക്കാമെന്ന് വെച്ചാലും, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കൂട്ടാമെന്ന് വെച്ചാലും, എവിടെ പോയി ഒളിക്കാമെന്ന് വെച്ചാലും ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ മറവല്ല. ഒന്ന് സമർപ്പിക്കാമോ? ഇന്ന് ഇപ്പോൾ ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. God bless you, my dear.